ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 11ാമത്തെ ചാപ്റ്ററിലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സും ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആയിട്ട് 7 ഡിവൈസുകൾ പഠിക്കാനുണ്ട്. ഒന്ന് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC എന്ന് പറയും. പിന്നെ ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഇത്രയും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുമല്ല, ഒരു നെറ്റ്വർക്കിലേക്ക് ഡിവൈസിനെ കണക്ട് ചെയ്യും അല്ലേ. നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്ക് ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെ മറ്റുള്ള ഡിവൈസുകളിൽ എത്തിക്കാനായിട്ട് ഏതൊക്കെ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്താൽ നമ്മളുടെ ഡിവൈസിലേക്ക് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അപ്പോൾ ഒരു essay ആയിട്ട് ചോദിക്കാറുണ്ട്, ഷോർട്ട് മാർക്ക് ചോദിക്കാറുണ്ട്, ഓരോന്നും സെപ്പറേറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ തന്നെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC ഈസ് എ ഡിവൈസ് ദാറ്റ് എനേബിൾസ് എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അല്ലേ, എന്തിനു വേണ്ടിയിട്ട് NIC യൂസ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് NIC. ഇനി ഈ NIC ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ കമ്പ്യൂട്ടറും നെറ്റ്വർക്കും തമ്മിൽ ഒരു ഇൻ്റർഫേസ്, ഒരു ഹാർഡ്വെയർ ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറും ആ ഒരു നെറ്റ്വർക്കും തമ്മിലുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. ഇവിടെ താഴെ ഓരോ NICകൾ തന്നിട്ടുണ്ട് അല്ലേ. വയർലെസ് NIC കാർഡും ഉണ്ട്, അതുപോലെ തന്നെ NIC കാർഡും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതിന് പകരം, അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ NICക്കും ഓരോ സെപ്പറേറ്റ് സർക്യൂട്ട് ബോർഡുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് NIC യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു നെറ്റ്വർക്കിൽ ഡാറ്റേനെ കൺട്രോൾ ചെയ്യാനും ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യാനും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുമല്ല, സ്മൂത്തായിട്ട് നമ്മളുടെ ഡാറ്റേനെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ NIC എന്ന് പറയുന്നത്. ഇനി ഹബ്ബ് എന്താന്ന് പറയുന്നുണ്ട്. ഹബ്ബ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഹബ്ബിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം, അതിൽ കുറച്ച് പോർട്ടുകളുണ്ട്, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹബ്ബ് എന്താന്ന് നോക്കാം. എ ഹബ്ബ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ എ വയർഡ് നെറ്റ്വർക്ക് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ് ഓഫ് ദി സെയിം നെറ്റ്വർക്ക്. ഒരു സെയിം നെറ്റ്വർക്കിലേക്ക് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹബ്ബ്. ഈ ഒരു ഹബ്ബിലേക്ക് ഏതൊക്കെ ഡിവൈസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടോ ആ കമ്പ്യൂട്ടേഴ്സിലൊക്കെ എന്ത് കിട്ടും, ആ ഒരു നെറ്റ്വർക്ക് ആക്സസ് കിട്ടും. അങ്ങനെ അവയ്ക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹബ്ബ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹബ്ബിൻ്റെ പ്രത്യേകത, ഈ ഒരു ഹബ്ബിലേക്കാണ് നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ ഈ ഹബ്ബ് വഴിയായിരിക്കും എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുന്നത്, ആ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഹബ്ബിൽ പറയാനുള്ള കാര്യം, ഓരോ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഈ ഹബ്ബ് വഴി ഡാറ്റാസ് ട്രാൻസ്ഫറായി പോകുന്നത്, പല കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഒരു ഹബ്ബിൽ ഒരു 4-5 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റേനെ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആ സെൻഡർ ഏതാണോ അവിടെ നിന്ന് ഡാറ്റ എവിടേക്ക് എത്തും, ഹബ്ബിലേക്ക് എത്തും. ഹബ്ബ് എന്ത് ചെയ്യും, എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും അത് സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഹബ്ബ് ചെയ്യുന്ന കാര്യം. ഹബ്ബിലേക്ക് ഒരു ഡാറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഹബ്ബ് അതെല്ലാ കമ്പ്യൂട്ടറിലേക്കും അത് അയച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ
ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹബിൻ്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. നെറ്റ്വർക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും. അതെന്താ, ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അയക്കും. അതുപോലെ കുറേ കമ്പ്യൂട്ടേഴ്സ് ഇതുപോലെ ഡാറ്റ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാതും എല്ലാ കമ്പ്യൂട്ടറിലേക്കും അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു എഫക്റ്റീവ് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ഡിവൈസാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ നമുക്കൊരു ഹബ്ബിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും അവിടെ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഒരു കമ്പ്യൂട്ടർ ഒരു ഡാറ്റ പാക്കറ്റ് ആയിട്ട് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഹബ്ബ് അയക്കുന്നു. അതാണ് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാത്തിലേക്കും അയക്കുന്നതുകൊണ്ട് അവിടെ ഒരു മെയിൻ നെറ്റ്വർക്ക് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കാനും ഹബ്ബ് കാരണമാവുന്നുണ്ട്. ഇനി സ്വിച്ച് എന്താണെന്ന് നോക്കാം. സ്വിച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. നമുക്ക് സെവറൽ കമ്പ്യൂട്ടേഴ്സിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഹബ്ബ് പോലെ തന്നെ ഉള്ളൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി സ്വിച്ചിൻ്റെ പെർഫോമൻസ് ഹബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. കാരണം സ്വിച്ചിന് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ അത് ഹബ്ബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ, എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും അത് അയച്ചു കൊടുക്കും അല്ലേ. പക്ഷെ സ്വിച്ച് ആണെന്നുണ്ടെങ്കിലോ എവിടേക്കാണോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് മാത്രം ആ സ്വിച്ച് ആ ഒരു ഡാറ്റ പാക്കറ്റിന് എത്തിക്കുന്നു. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അത് അയച്ചു കൊടുക്കണില്ല. അതാണ് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എവിടേക്കാന്ന് നോക്കിയിട്ട് ആ ഒരു ഡാറ്റ പാക്കറ്റിനെ കൊണ്ടെത്തിക്കാനുള്ള കഴിവ് സ്വിച്ചിനുണ്ട്. അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ്, ഓരോ ഡെസ്റ്റിനേഷൻ നോഡിൻ്റെയും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ്സസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഓരോ പാക്കറ്റ് വരുമ്പോഴും അതിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് ഡാറ്റ അയക്കാനായിട്ട് സ്വിച്ചിന് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്വിച്ചിനുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഡാറ്റ ട്രാഫിക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഹബ്ബും സ്വിച്ചും കമ്പയർ ചെയ്ത് ചോദിക്കുന്നതാണ് കാര്യം. കമ്പ്യൂട്ടേഴ്സിനെല്ലാതും ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് നോക്കുമ്പോൾ രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച് എന്ന് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ഡിവൈസാണ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഒരു ഡാറ്റ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റിപ്പീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഡാറ്റ റിപ്പീറ്ററിലെത്തി. അപ്പോൾ അതിനെ ആ സിഗ്നലിനെ ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും റിപ്പീറ്റർ, എന്നിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുക. നമ്മളുടെ ഇൻകമ്മിങ് സിഗ്നൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കാനാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട്, ഈ റിപ്പീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് റീജനറേറ്റ്സ് ഇൻകമ്മിങ് ഇലക്ട്രിക്കൽ വയർലെസ് ഓർ ഓപ്റ്റിക്കൽ സിഗ്നൽസ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അല്ലേ, ഇൻകമ്മിങ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, റീജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി എത്തിക്കുന്നു. അതിനാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ബ്രിഡ്ജ് എന്താ നോക്കാം. ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സാധാരണ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുക, രണ്ട് സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ വയർലെസ് ആക്സസ് പോയിൻറ്റുകളാണ്, ഇപ്പുറത്തെ സൈഡിൽ വയേർഡ് ആയിട്ടുള്ള കണക്ഷൻ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിലിരിക്കുന്ന രണ്ട് നെറ്റ്വർക്കുകളെ ഈ ഒരു നെറ്റ്വർക്ക് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താ നോക്കാം. എ ബ്രിഡ്ജ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ നമുക്ക് സെഗ്മെൻറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുക. സെഗ്മെൻറ്റൈസ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഒരു വലിയൊരു ഹ്യൂജ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് മാറ്റാൻ പറ്റും. സെഗ്മെൻറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയാണ്, പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കില്ലേ, അങ്ങനെ പല ഭാഗങ്ങളാക്കി നിർത്തിയിട്ട് അവിടെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തും. അതിനെയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ആൻ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്
ആൻഡ് ക്യാൻ ബി ഇൻ്റർ കണക്റ്റഡ് യൂസിങ് എ ബ്രിഡ്ജ്. അല്ലേ, ഇപ്പോൾ കറൻ്റിലുള്ളൊരു നെറ്റ്വർക്കിനെ പല പല ഇതുകളായിട്ട് പല പല സെഗ്മെൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ എല്ലാവരെയും ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ബ്രിഡ്ജ് വഴി ആ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് വഴി ഉള്ള ഡാറ്റയൊക്കെ ഈ ബ്രിഡ്ജ് വഴി പാസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ബ്രിഡ്ജ്. ഇനി റൂട്ടർ എന്ന് വെച്ചാൽ ഇവിടെ താഴെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു നെറ്റ്വർക്ക് ഉണ്ട്, വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ പല നെറ്റ്വർക്കുകളും ഒരു റൂട്ടർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. എ റൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇൻ്റർകണക്ട് ടു നെറ്റ്വർക്ക്സ് ഓഫ് ദി സെയിം ടൈപ്പ് യൂസിങ് ദി സെയിം പ്രോട്ടോക്കോൾ. ഇത്രയാണ് റൂട്ടറിൻ്റെ ഡെഫിനിഷൻ. അതായത് ഒരേ ടൈപ്പായിട്ടുള്ളതും സെയിം പ്രോട്ടോക്കോൾസ് അനുസരിക്കുന്നതും ആയിട്ടുള്ള പല നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് റൂട്ടർ. കിട്ടിയല്ലോ? സെയിം ടൈപ്പായിട്ടുള്ള നെറ്റ്വർക്കുകൾ അവർ സെയിം പ്രോട്ടോക്കോൾ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത്തരം നെറ്റ്വർക്കുകളെല്ലാം ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ഫൈൻഡ് the optimal path for data packets to travel and reduce the amount of traffic on a network. റൂട്ടറിന് കറക്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് കുറച്ചുകൊണ്ട് ആ ഡാറ്റ പാക്കറ്റ്സ് വെച്ച് ട്രാവൽ ചെയ്ത് എത്തിക്കേണ്ടവിടത്ത് എത്തിക്കാനായിട്ട് റൂട്ടറിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റൂട്ടർ എന്ന് പറയുന്നത്. സെയിം ടൈപ്പ് നെറ്റ്വർക്ക്, സെയിം പ്രോട്ടോക്കോൾ നെറ്റ്വർക്കായിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളെയും ഇൻ്റർ കണക്ട് ചെയ്ത് വയ്ക്കുന്നു. ഇനി റൂട്ടറിൽ പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഡാറ്റ പാക്കറ്റിന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പാത്ത് നോക്കി ആ ഡാറ്റേനെ എത്തിക്കാനുള്ളൊരു അൽഗോരിതം റൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പല വഴികളും ഉണ്ടായിരിക്കും. അല്ല, ഏത് പാത്താണ് ബെറ്റർ എന്ന് നോക്കി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി റൂട്ടർ ചെയ്യുന്നുണ്ട്. ഈ ഗേറ്റ് വേ എന്താണെന്ന് നോക്കാം. ഗേറ്റ് വേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ റൂട്ടർ പറഞ്ഞ പോലെ തന്നെ ഗേറ്റ് വേ. റൂട്ടർ എന്തായിരുന്നു? സെയിം ടൈപ്പിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് നെറ്റ്വർക്കുകളും ഡിഫറൻറ്റ് പ്രോട്ടോകോൾസും ഉള്ളതുമായിട്ടുള്ള നെറ്റ്വർക്കുകളെ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഗേറ്റ് വേ. അപ്പോൾ എന്താണ്? റൂട്ടറും ഗേറ്റ് വേയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ചോദിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൂട്ടർ ആൻഡ് ഗേറ്റ് വേ. റൂട്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പല നെറ്റ്വർക്കുകളും, അതായത് പല ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള നെറ്റ്വർക്കുകളും ഡിഫറൻറ്റ് പ്രോട്ടോകോൾസ് അനുസരിക്കുന്നതായിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗേറ്റ് വേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു പ്രോട്ടോക്കോളിനെ മറ്റൊരു പ്രോട്ടോക്കോളാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഈ ഒരു ഗേറ്റ് വേക്ക് പറ്റുന്നുണ്ട്. പിന്നെ റൂട്ടർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഓപ്പറേഷൻസൊക്കെ. ഇപ്പോൾ ഒരു സെൻറ്റർ ഒരു റിസർവറിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ നെറ്റ്വർക്ക് അഡ്രസ്സ് നോക്കി അതിൻ്റെ ബെസ്റ്റ് പാത്ത് നോക്കി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് ഗേറ്റ് വേക്കും സാധിക്കും. അതെല്ലാം സിമിലറാണ്. ഓപ്പറേഷൻസ് എല്ലാം റൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിമിലറാണ്. പക്ഷേ റൂട്ടർ എന്ന് പറയുന്നത് സെയിം ടൈപ്പും സെയിം പ്രോട്ടോക്കോളും ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ ഇൻ്റർ കണക്ട് ചെയ്യുന്നു. ആ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് നെറ്റ്വർക്കും ഡിഫറൻറ്റ് പ്രോട്ടോകോൾസ് ഉള്ളതായിട്ടുള്ള നെറ്റ്വർക്കുകളെ ഇൻ്റർ കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. 7 എണ്ണം സിമ്പിളാണ്, മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ എന്താ നോക്കാം. ഈ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ ഡാറ്റ വരുമ്പോൾ ആ ഒരു ഡാറ്റയുടെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് DTE എന്ന് പറയും നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് DTE ഈസ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ഡാറ്റ ഫ്ലോ ടു ഓർ ഫ്രം എ കമ്പ്യൂട്ടർ. ഇനി
നമ്മളിവിടെ 2 ടൈപ്പ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് മോഡം, 2 മൾട്ടിപ്ലക്സർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മോഡും മൾട്ടിപ്ലക്സറും രണ്ടും നമ്മൾ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഇനി എന്താണ് മോഡം എന്ന് നോക്കാം. ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നിന്ന് മോഡത്തിലേക്കൊരു കണക്ഷൻ ഉണ്ട്. മോഡത്തിൽ നിന്ന് ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലേ, ടെലിഫോൺ ലൈൻസിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ തിരിച്ച് ആ ഡാറ്റ ടെലിഫോൺ ലൈൻസിൽ നിന്ന് മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നു, മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് ഈ മോഡം യൂസ് ചെയ്യുന്നത്? ഒരു സൈഡിൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറും മറ്റൊരു സൈഡിൽ ടെലിഫോൺ ലൈൻസും ആണുള്ളത് അല്ലേ. ഒന്ന് ഡിജിറ്റലും ഒന്ന് അനലോഗും ആണ്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ വെച്ച് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പ്യൂട്ടറിൽ നിന്നൊരു ഡാറ്റ റൈറ്റ് സൈഡിലുള്ള കമ്പ്യൂട്ടറിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ മോഡത്തിലേക്ക് എത്തും. മോഡത്തിലേക്ക് എത്തുമ്പോൾ ഡാറ്റ എന്താണ്? ഡിജിറ്റൽ ഫോമാണ്. അതിനെ ടെലിഫോൺ ലൈൻസിലേക്ക് അയക്കണം. ടെലിഫോൺ ലൈൻസിലുള്ള ഡാറ്റ എങ്ങനെ എടുക്കുള്ളൂ? അനലോഗായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ആ ഡിജിറ്റലിനെ അനലോഗാക്കി മാറ്റിയിട്ട് ടെലിഫോൺ ലൈൻസിലേക്ക് കൊടുക്കും. തിരിച്ച് ആ ടെലിഫോൺ ലൈൻസിൽ നിന്ന് മോഡത്തിലേക്ക് അനലോഗ് സിഗ്നൽസ് വരും. അതിനെ ഡിജിറ്റലാക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ എന്തിനാണ് മോഡം എന്ന് പറയുന്നത്? അതായത് മോഡം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. എന്ത് വഴി? ടെലിഫോൺ ലൈൻസ് വഴി. ടെലിഫോൺ ലൈൻസ് വഴി 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് മോഡം. ഇനി ഒരു മോഡത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കാനും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കാനും കഴിവുണ്ട്. അങ്ങനെ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. തിരിച്ച് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അങ്ങനെ 2 ടൈപ്പ് പ്രോസസ്സുകൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോഡം എന്ന് പറയുന്നത് ടെലിഫോൺ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മോഡം. ആ മോഡം ചെയ്യുന്ന കാര്യം ഡിജിറ്റലിനെ അനലോഗ് ആക്കുക, തിരിച്ച് അനലോഗിനെ ഡിജിറ്റലാക്കുക. അപ്പോൾ അതിനെ പറയുന്ന പേരുകളുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡിജിറ്റലിനെ മേടിച്ചിട്ട് അതിനെ ടെലിഫോൺ ലൈൻസിലേക്ക് അനലോഗാക്കി മാറ്റുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് മോഡുലേഷൻ. ഇനി തിരിച്ച് ടെലിഫോൺ ലൈനിൽ നിന്ന് അനലോഗിനെ സ്വീകരിച്ച് ഡിജിറ്റലാക്കി ഒരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അത്രയേ ഉള്ളൂ. ഇനി മൾട്ടിപ്ലക്സർ എന്താണെന്ന് നോക്കാം. ഇവിടെ താഴെ മൾട്ടിപ്ലക്സറിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മൾട്ടിപ്ലക്സറിലേക്ക് കുറേ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മറ്റൊരു മൾട്ടിപ്ലക്സറിലും അതുപോലെ തന്നെ പല കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 മൾട്ടിപ്ലക്സറും തമ്മിലൊരു ചാനൽ വഴി അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൾട്ടിപ്ലക്സർ? അതായത് ഇപ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ഒരു സിംഗിൾ മീഡിയം വഴി അയക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു പിക്ചർ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരു മൾട്ടിപ്ലക്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പലയിടത്തുനിന്നും പല ഡാറ്റേനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ മീഡിയം വഴി മറ്റൊരു എൻഡിലെത്തും അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് പല കമ്പ്യൂട്ടേഴ്സിലേക്ക് ആ ഡാറ്റനെ അയച്ചു കൊടുക്കുന്നു. ഇതാണ് മൾട്ടിപ്ലക്സർ ചെയ്യുന്ന കാര്യം. ഇവിടെ പറയുന്നുണ്ട്, ഹാവ് യു എവർ വണ്ടേർഡ് ഹൗ 200 or more TV channels are transmitted through a single cable in a television network? നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ അല്ലേ, കേബിളൊക്കെ ഉള്ളതാണ്. അതെന്താ ചെയ്യുന്നത്? ഒരു സിംഗിൾ കേബിൾ വഴി ഇത്രയും വീടുകളിലേക്ക് ആ ഒരു ടെലിവിഷൻ നെറ്റ്വർക്ക് എത്തുന്നുണ്ട് അല്ലേ. അതുതന്നെയാണ് ഈ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് multiplexing is sending multiple signals on a physical medium at the same time in form of a single complex signal and then recovering the separate signals at the receiving end. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സിഗ്നൽസിനെ
ഒരു സിംഗിൾ മീഡിയം വഴി എത്തിക്കുക. സിംഗിൾ മീഡിയം വഴി ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചിട്ട് ആ എൻഡിൽ വെച്ചിട്ട് പല സ്ഥലത്തേക്കും ആ സിഗ്നൽസിനെ സെപ്പറേറ്റ് ചെയ്ത് വിടുക. ഇതാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഇനി എല്ലാ ഡാറ്റേനെയും സ്വീകരിച്ച് ഒരു സിംഗിൾ കേബിൾ വഴി കൊണ്ടുപോകുന്നതിനെ മൾട്ടിപ്ലക്സർ എന്നും, ഒരു എൻഡിൽ വെച്ചിട്ട് അതിനെ പല സെപ്പറേറ്റ് ചെയ്ത് പല ഡെസ്റ്റിനേഷനിലേക്ക് വിടുന്നില്ലേ, അതിനെ ഡി മൾട്ടിപ്ലക്സ് എന്നും പറയുന്നുണ്ട്.